കാര്യവട്ടത്ത് കോളേജ് ക്യാമ്പസിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വീണ്ടും റാഗിങ്. കോട്ടയത്തെ സംഭവം കണ്ട് കേരളം ഞെട്ടിയതാണ്. അവിടെ 5 വിദ്യാർത്ഥികൾ റാഗിങ് നടത്തി 6 പേരെ പീഡിപ്പിച്ച ചരിത്രം കേരളത്തിൽ ഇങ്ങനൊരു പീഡനം നമ്മളാരും കേട്ടിട്ടില്ല. ദേഹത്ത് കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ മുറിപ്പെടുത്തി കാലും കൈയും കെട്ടിയിട്ട് ആ മുറിയിൽ കൂടെ അവർ ലോഷൻ ഒഴിക്കുകയും ഡെറ്റോൾ ഒഴിക്കുകയും കണ്ണിലും വായിലുമൊക്കെ ഡെറ്റോൾ ഒഴിക്കുകയും ചെയ്തു. ആ ജൂനിയർ കുട്ടികളെ ഏകദേശം 3 മാസത്തോളം പീഡിപ്പിച്ചു. നിവൃത്തിയില്ലാതെ അവർ കൊല്ലപ്പെടും അല്ല മരണപ്പെടുമെന്ന് തോന്നിയപ്പം ഏലപ്പാറക്കാരനായ ഒരു കുട്ടി പിതാവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അങ്ങനെ അവിടെ പോലീസെത്തി, കേസെടുത്തു. ആൻറ്റി റാഗിങ്ങിന് എതിരായിട്ട് നടപടിയുണ്ടായി. ആ കുട്ടികളെ അവരുടെ ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് പറയാം. അതുപോലെ തന്നെ പൂക്കോട് നമുക്കറിയാം, സിദ്ധാർത്ഥനെ കൊന്ന് 18-ാം തീയതി ഇന്ന് 1 വർഷമായി. അത് അവിടുത്തെ SFI സംഘടനയാണ്, അവിടെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുടെ സംഘടനയും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ എല്ലാം ഉൾപ്പെടെ സിദ്ധാർത്ഥനെ അവർ ഏകദേശം 2 ദിവസം പട്ടിണിക്കിട്ടു, അൺഡ്രസ് ചെയ്തു, അവിടെ കൊണ്ടുപോയിട്ട് വലിയ രീതിയിൽ പീഡിപ്പിച്ചു, മാനസികവും ശാരീരികമായി പീഡിപ്പിച്ച് അവസാനം കൊന്നു കെട്ടിത്തൂക്കി. അത് കൊന്നു കെട്ടിത്തൂക്കിയതല്ല എന്നൊക്കെ പറഞ്ഞ് വേറെ പല പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും ആ ആൺകുട്ടിയുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മയ്ക്ക് നീതി ലഭിച്ചില്ല, കുട്ടിയെ നഷ്ടപ്പെട്ടു. ഇന്ന് 1 വർഷമായി. ചില പെൺകുട്ടികളും ഇതുപോലുള്ള ഈ രീതിയിലുള്ള റാഗിങ്ങിന് കൂട്ടുനിന്നുവെന്നാണ് അതിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ പൊതുവേ എല്ലാ കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും റാഗിങ് തുടർച്ചയായിട്ട് നടക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് SFI തന്നെ. ഇത് നിരോധിക്കേണ്ട ഒരു സംഘടനയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ ഒരു വയലൻസ് പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ കോളേജുകളിലും തന്നെ ഇടിമുറി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് ഏത് കിരാതമായ ഒരു സ്റ്റുഡൻറ്റ് വിങ് ആണ് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഗവർണർ ശ്രദ്ധിക്കണം, ഇത് നിരോധിക്കേണ്ടതാണ്. ഈ SFI ഗ്രൂപ്പിനെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും നിരോധിക്കേണ്ടതാണ്. ബാക്കി ആരും ഇതുപോലെയുള്ള വയലൻസ് കാണുന്നില്ല. 1-2 മർഡറായി. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജിൽ എല്ലായിടത്തും ഇത് നിരന്തരമായി ഈ പീഡനം നടക്കുകയാണ്. അതെല്ലാം ക്രിമിനലായിട്ട് വളരുകയാണ്. ക്രിമിനലായിട്ട് വന്നു കഴിഞ്ഞാൽ MLA ആകാം എന്നൊരു ധാരണയുണ്ടാവും, അല്ലെങ്കിൽ മന്ത്രിയാകാം എന്നൊരു ധാരണയുണ്ടാവും. അങ്ങനെ കേരളം മുഴുവൻ അത് +2 കോളേജിലും പ്രൊഫഷണൽ കോളേജുകളിലുമൊക്കെ നിരന്തരം കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിരോധിക്കേണ്ട ഒരു സംഘടനയാണ്. ഗവൺമെൻറ് അത് ചിന്തിക്കണം. അവരവരുടെ പാർട്ടിയുടെ സ്റ്റുഡൻറ്റ് വിങ് ആണെങ്കിൽ ശരി, അതല്ല ഇവിടെ ആവശ്യം. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്, ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ DGPയും അതുപോലെ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതരായവരും ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ അവരെയൊക്കെ പ്രോസിക്യൂഷൻ്റെ രംഗത്തേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാര്യവട്ടത്തെ സംഭവം അവിടുത്തെ ഫസ്റ്റ് ഇയർ ബയോടെക്നോളജിയിലെ ബിൻസ് ജോസ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ, അയാളുടെ സുഹൃത്തിനെ പയ്യനുമായി ആദ്യം ഉപദ്രവിച്ചു. അവർ രണ്ടുപേരും അവിടുത്തെ ഗ്രൗണ്ടിൽ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അടുത്തും അവിടുത്തെ സാറുമാരുടെ അനുവാദത്തോടെ അവിടെ കളിക്കാൻ പോയി. നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ബിൻസ് ജോൺസിന് 9 9+ SLCക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഒരെണ്ണത്തിന് മാത്രമാണ് ഒരു പ്ലസ് ഇല്ലാതെ പോയത്. അത്ര പഠിക്കാൻ മിടുക്കനായ ആ കുട്ടിക്ക് ബിടെക് എൻട്രൻസ് ലഭിച്ചില്ല. അതുകൊണ്ട് ബയോടെക്നോളജി എടുത്തു. ആ കുട്ടിക്ക് വളരെ ഇഷ്ടമായി ബയോടെക്നോളജി. അവിടെ ക്ലാസ്സിലും അതുപോലെ തന്നെ അവിടുത്തെ ലൈബ്രറിയിലും അവിടെ ലാബറട്ടറിയിലൊക്കെ 24 മണിക്കൂറും ആ കുട്ടി അവിടെ തന്നെ പഠിക്കാനായിട്ടും അവിടെ തന്നെ അത് പഠിച്ചുകൊണ്ടിരുന്ന അയാളെയാണ് പീഡിപ്പിച്ചത്. റാഗിങ്ങിൻ്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥി BSc ബയോടെക്നോളജി ഫൈനൽ ഇയറായ 6 വിദ്യാർത്ഥികളും സെക്കൻഡ് ഇയറിലെ ഒരു വിദ്യാർത്ഥിയും ചേർന്നിട്ടാണ് ഈ പീഡനം നടത്തിയത്. അവർ രണ്ടുപേരും ആ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നപ്പം അതിൽ ബിൻസ് ജോൺസിൻ്റെ കൂട്ടുകാരനെ ആദ്യം പിടിച്ച് ഇടിച്ച് അവൻ്റെ നടുവിനെന്താ വലിയ പ്രശ്നമുണ്ടായി. അവന് ജീവനെ പേടിച്ച് അവിടുന്ന് ഓടി അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അധ്യാപകരുടെ മുറിയിൽ അഭയം തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത് ഓടാതിരുന്ന ഈ പയ്യനെ ബിൻസ് ജോൺസിനെ അവനെ പിടിച്ചുകൊണ്ടുപോയി ആ കാര്യവട്ടത്തെ ഇടിമുറി കൊണ്ടുപോയിട്ട് പ്രഹരിച്ചു. ക്രിക്കറ്റ് ബാറ്റിൻ്റെയും സ്റ്റമ്പും മറ്റേതൊക്കെ ഉപയോഗിച്ച് അവനെ അടിച്ചു. അതിനുശേഷം ഭീകരമായി മർദ്ദിച്ചു.
അതിനുശേഷം വെള്ളം ചോദിച്ചപ്പോൾ മുട്ടയെ നിർത്തി. ഏകദേശം 15 മിനിറ്റോളം മുട്ടയെ നിർത്തിയിട്ട് വെള്ളം കൊടുത്തു. ഒരു കുപ്പി മുഴുവൻ തുപ്പി വെച്ചിട്ട് അത് കുടിക്കാൻ പറഞ്ഞ് കുടിപ്പിച്ചു. ഇത്ര ക്രൂരമായ ഭീകരമായ റാഗിങ്ങാണ്. ആൻറ്റി റാഗിങ് കേരളത്തിലെ എല്ലാ കോളേജും സ്കൂളിലും അങ്ങനൊരു നിയമമുണ്ട്, എല്ലാവർക്കും അറിയാം. അവിടെയുള്ള അധ്യാപക സംഘടനകളാണ് ഇതിന് പിന്തുണ കൊടുക്കുന്നത്. ഈ ഒരു സംഘടനാ വിദ്യാർത്ഥികൾക്ക് അവർക്ക് യഥേഷ്ടം മറ്റുള്ളവരെ പ്രഹരിക്കാനും അടിക്കാനും അതിന് തടസ്സം ചെയ്യേണ്ടതാണ് അധ്യാപക സംഘടനകളും അവിടുത്തെ യൂണിയൻകാരും അവിടുത്തെ പ്രിൻസിപ്പളും മറ്റ് സാറന്മാരും. അവരാരും പേടിച്ച് ഭയപ്പെട്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സംഘടനയെ നിരോധിച്ചേ പറ്റുള്ളൂ. അതിനാണ് ബഹുമാനപ്പെട്ട ഗവർണർ അതിന് മുൻകൈ എടുക്കേണ്ടത്. കാരണം കേരളത്തിലെ എല്ലാ കോളേജുകളിലും സ്കൂളിലും ഭീകരമായ അന്തരീക്ഷം തന്നെയാണ്. അത് വിദ്യാർത്ഥി യൂണിയൻ്റെ പേരിലാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് ഇത് നിരോധിക്കേണ്ട സംഘടനയാണ്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ അറസ്റ്റും ആൻറ്റി റാഗിങ്ങും നടപടിയല്ല വേണ്ടത്. IPC സെക്ഷൻ അല്ലെങ്കിൽ BNS സെക്ഷൻ അനുസരിച്ച് അവരുടെ പേരിൽ 18 വയസ്സ് കഴിഞ്ഞവരുടെ പേരിൽ മറ്റുള്ള ക്രിമിനലിനെതിരായിട്ട് എടുക്കുന്ന അതേ സെക്ഷൻ തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ഇവരെ സമൂഹത്തിന് ആവശ്യമില്ല. ഇതുപോലെ ക്രിമിനലായിട്ട് വളരുന്നവരെയൊക്കെ അവർക്ക് പൂജപ്പുരയായിട്ട് അയക്കുന്നതാണ്. അവരെ നന്നാക്കി എടുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം നന്നാകില്ല. 18 വയസ്സ് വരെ ഇതുപോലെയുള്ള ഭീകര പ്രവർത്തനം നടത്തി വരുന്നവരാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ സംഘടനയെ നിരോധിക്കാനുള്ള നടപടിയിലോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ അത് അങ്ങനെ നടപ്പാക്കണം. കാരണം പൂക്കോട്ട് നമുക്കൊരു കുട്ടിയെ നഷ്ടപ്പെട്ടു. ഇപ്പം കോട്ടയം നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഏകദേശം 6 പേർക്ക് അതിഭീകരമായ മർദ്ദനം ഏറ്റു. അത് നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും 2 കുട്ടികൾക്ക് ഇവിടെ കാര്യവട്ടത്തുണ്ടായി. ഇതെല്ലാം SFIയുടെ കീഴിലുള്ള സ്റ്റുഡൻറ്റ് വിങ് ആണ് നടത്തുന്നത്. അതുപോലെ എറണാകുളത്ത് പല പ്രശ്നമുണ്ടായി, കോഴിക്കോട്ടുണ്ടായി. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കോളേജിൽ നിന്ന് നീക്കുന്നത് മാത്രമല്ല ഡിസ്മിസ് ചെയ്ത് അയക്കുകയും ചെയ്യണം. അവർ സമൂഹത്തിൽ ക്രിമിനലായിട്ട് വളർന്നോട്ടെ, അവർക്കുള്ള നടപടികൾ പോലീസ് എടുത്തോളും. അതിന് ഉള്ള സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാവുന്ന ആരും കരുതണ്ട. കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് നന്നാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്, ഒന്നും നടന്നില്ല. ഇത് ഭീകര സംഘടനയാണ്. അതിനായിട്ട് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും അതുപോലെ DPIയും അതിന് സമാധാനം പറയണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോളേജ് ക്യാമ്പസിൽ ഇടിമുറി ഉണ്ടെങ്കിൽ അത് യൂണിയൻ്റെ പേരിലായാലും എന്തിനു പേരിലായാലും ശരി, അങ്ങനെ ഒരു മുറി അവർക്ക് കൊടുക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാരെ, രാഷ്ട്രീയ MLAമാരെയും രാഷ്ട്രീയ നേതാക്കളും വളർത്തുന്ന ഒരു ഏരിയ അല്ല കോളേജ്. അത് പഠിക്കാനുള്ള വേദിയാണ്. പഠിച്ചു മിടുക്കരാകുന്ന തലമുറയെ വാർത്തെടുക്കാനാണ്. അവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് തന്നെയാണ് പൂക്കോടും മറ്റുള്ള എല്ലാ പ്രൊഫഷണൽ കോളേജുകളിലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ കാര്യവട്ടത്ത് നേരത്തെ മുതൽ കാര്യവട്ടത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. അത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അതൊക്കെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിഭീകരമായ ഒരു ക്രൂരമായ ഒരു റാഗിങ്ങാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അടിയന്തര നടപടിയെടുത്ത് ആ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. അവരെ ആ കോളേജിൽ നിന്ന് ഡീബാർ ചെയ്ത് കളയണം. കാരണം അത് റാഗിങ് ആക്ട് 1997 അനുസരിച്ച് അവരെ ഡീബാർ ചെയ്ത് കളയാം. അവരെ നന്നാക്കിയെടുക്കാവുന്ന ആരും ശ്രമിക്കേണ്ട. അത് ക്രിമിനലായിട്ട് തന്നെ വളരട്ടെ. അതിനെ പോലീസ് നോക്കിക്കോളും. അവർക്കുള്ള വേദി ഒരുക്കുന്നത് അവർ തന്നെയാണ്. അവർ ആ ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല. പക്ഷേ അതുമായിട്ടും ഇനി മുന്നോട്ട് പോകുന്നെങ്കിൽ അത് പോലീസ് കൈകാര്യം ചെയ്യണം. കോളേജ് ക്യാമ്പസിനകത്ത് ഇങ്ങനെയുള്ള ക്രിമിനലിനെ ഒരിക്കലും നിർത്താൻ പാടില്ല. രാഷ്ട്രീയപരമായി പലരും അതിനോട് അംഗീകരിക്കുന്നത്. ഇത് നിരോധിക്കേണ്ട സംഘടനയാണ് SFI എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത് കേരളത്തിൽ കാണിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. നമ്മുടെ പല കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ച് കഴിഞ്ഞിരിക്കുന്നു. പലർക്കും മരണം നേരിട്ടുണ്ട്, പലർക്ക് ശാരീരിക അവശതകൾ വന്നായിട്ടുണ്ട്, പലരും വീടുകളിൽ തന്നെ കഴിയുന്നുണ്ട് ഇവരുടെ മർദ്ദനം ഏറ്റിട്ട്. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കഴിയുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താണ് നടന്നത്? അത് നിരോധിച്ച് ആ പാർട്ടിയുടെ ഭാരവാഹികളെ ഇനി ആ യൂണിറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരെ പിരിച്ചു വിട്ടിട്ടു. വീണ്ടും അവിടെ പുതിയ യൂണിറ്റ് വന്നു. അവരും ഇതുപോലെ മർദ്ദനം നടത്തി, അതും പിരിച്ചു വിട്ടു. 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ അവിടെ ഒരു പുതിയ യൂണിയനുണ്ട്. അതിനൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ നമ്മൾ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇത് നടക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചു. അതുകൊണ്ട് കലാലയങ്ങളും പ്രൊഫഷണൽ കോളേജുകളിലും ഇതുപോലെയുള്ള സംഘടനകൾ വേണ്ട. അത് നിരോധിക്കാനായിട്ട് ഗവൺമെൻറ് നടപടിയെടുക്കണം. അത് ഗവൺമെൻറ് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ അത് ഗവർണർ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ DPIയും അവർ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് നടപടി എടുത്തു എന്നാണ് നമ്മൾ അറിയേണ്ടത്. അവരെ കൊണ്ടാണ് നടപടി എടുപ്പിക്കേണ്ടത്. അവർക്ക് നടപടി എടുക്കാൻ ഭയമാണെങ്കിൽ കോടതിയിലിട്ട് മാതാപിതാക്കൾ പോകേണ്ടി വരും. കാരണം ഇത് സീൽ ചെയ്യേണ്ടി വരും. ഇടിമുറികളെല്ലാം കേരളത്തിലെ കോളേജിലും പ്രൊഫഷണൽ കോളേജിലുള്ള ഇടിമുറി സീൽ ചെയ്യണം. അതിന് അധ്യാപകർക്കും പ്രിൻസിപ്പലിനും പേടിയാണ്. അല്ലെങ്കിൽ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. അത് എഡ്യൂക്കേഷൻ ഡയറക്ടർ അതുപോലെ തന്നെ
DPI ഇവരൊക്കെ അതിന് സമാധാനം പറയണം. മുകളിലുള്ളവരെ തന്നെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണ് ഇത് സമാധാനം നടത്തേണ്ടത്, സമാധാനം പറയേണ്ടത്. അതുകൊണ്ട് അവരെ കൂടെ പ്രതിയാക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ.